നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു. അപകടത്തിൽ നിന്നും വിദ്യാർത്ഥി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ VCVക്ക് ലഭിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. നഗരസഭയുടെ പരിശോധന കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തം. വികസന കുതിപ്പിൽ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ പുതിയ 1ാം നില കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. സേവ്യർ ചില്ലപ്പിള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99 ലക്ഷം രൂപയിലധികം ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. വടക്കാഞ്ചേരി ചേരക്കര മണ്ഡലങ്ങളിൽ വന്യജീവി ശല്യം രൂക്ഷം. കൃഷി ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി കർഷകർ. വന്യജീവികളെ പ്രതിരോധിക്കുന്നതിനും വനഭൂമി സംരക്ഷിക്കുന്നതിനും ആനമതിൽ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി കർഷകനും പൊതുപ്രവർത്തകനുമായ KP മദനൻ. മാലിന്യമുക്ത നവകേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം സംസ്ഥാനതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ ജൂലൈ 19 നടക്കും. ഇതിനു മുന്നോടിയായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ ഹാളിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്നു. പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തം. മേൽപ്പാലമില്ലാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിന്ന് ദുരിതത്തിലായി വാഹനങ്ങളും യാത്രികരും.